തന്നെ ചോദിച്ചു സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞു സുഖമാണ്. ഖൈർ റാഹത്ത് എന്തോ പറഞ്ഞു. നബി നിങ്ങളൊന്നും വേണ്ടിയില്ല, ചിരിച്ചു. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എനിക്ക് എന്തേ നബിയെ ദുആയില്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് എനിക്ക് ബർക്കത്തില്ലേ? അപ്പോഴാ പറഞ്ഞ്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയന റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, സുഖമാണോ? എങ്ങനെ കേട്ടില്ലല്ലോ? എങ്ങനെ എന്താ നേരത്തെ പറയാഞ്ഞ? അതങ്ങനെ അവസ്ഥ, അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾക്കുള്ളതല്ലേ, ഞങ്ങൾക്കൊന്നുമില്ല. ഒരു അൽഹംദുലില്ലാ പറയാ നമുക്ക് മടിയാ. ഇത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നമുക്ക് ലാഭമല്ലേ ഉള്ളൂ. ഈ കടയിൽ കച്ചവടം ചെയ്യുന്നവരോട് ചോദിച്ചാൽ, അളിയ കച്ചവടമൊക്കെ ഉണ്ടോടാ? പിന്നെ വൈകുന്നേരം ആകുമ്പോൾ 3000 4000 മാസം നല്ല വരുമാനം ഉണ്ടടാ. അപ്പൊ ഈ കേൾക്കണമെന്ന് വിചാരിക്കും, ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ലേ? അല്ല, ഇവിടെ ഓരോ മനുഷ്യന്മാര് കച്ചവടം ഇല്ലാതെ തെക്ക് വടക്ക് നടക്കുമ്പോൾ ഇവന് മാത്രം ഇത്ര കച്ചവടം എവിടാ? പിന്നെ മുട്ട ഒഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹുമാറാകട്ടെ. എടാ ഒന്ന് വയത് കഴിഞ്ഞ് പോകുമ്പോ ആമിന ആയിഷാടിക്ക്, ആയിഷ അങ്ങനെ ഉണ്ടടി മച്ചായിക്ക്? ഒന്നുമില്ലടി, ആകെ ബുദ്ധിമുട്ട് പ്രയാസം, അള്ളാഹ് തട്ടിയും മുട്ടിയും ഇങ്ങനെ പോണ്. അപ്പൊ അവള് മനസ്സിൽ ചിന്തിക്കും, ഇവൾ എത്തിങ്ങാനേലായല്ലോ, ഒരു സന്തോഷം. മറിച്ചിട്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞാലോ, അതിനകത്തൊന്നുമില്ലടോ, ഉണ്ടെന്നുമില്ല, ഇല്ലാന്നുമില്ല. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനി പറ, സുഖമല്ലേ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാത്തിൻ്റെ കയ്യിലും പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ? എന്നല്ല ചോദിക്കുമ്പോൾ തന്നാ മതി, വെച്ചോ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ, ഈ അൽഹംദുലില്ലാ മതി രക്ഷപ്പെടാൻ. പൈസ ഒന്നും വേണ്ട, നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞു, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 4 കാര്യം പറയാം. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? നിർത്താറായി, എന്തിനാ വാച്ചി നോക്കണേ? 10:30 വരെ സമയമുണ്ടല്ലോ. 10 മണിയായപ്പോഴേ വാച്ചി നോക്കുന്ന ആൾക്കാർ. ആ നോക്കിയ മനുഷ്യന്റെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. നല്ല ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കണപ്പാ, അതേ അത്യാവശ്യം കാണുമായിരിക്കും. 4 കാര്യം ചെയ്യാതെ നിങ്ങൾ കിടന്നുറങ്ങരുത്. അള്ളാഹു നമ്മുടെയൊക്കെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. 4 കാര്യം ചെയ്യൂലേ? 4 കാര്യം ചെയ്യൂലേ? ഇത് ചെയ്യാതെ ഇന്ന് മുതൽ കിടന്നുറങ്ങരുത്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? കൈവക്കിക്കേ, ചെയ്യാന്നുള്ളവരൊക്കെ. അതോ ബാക്ക് സൈഡിലൊന്നും പൊങ്ങണില്ലടോ. ആ ശരി, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 1, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്ത ഓതിയട്ടെ. ഈ കൈവക്കിയവർ മുഴുവൻ ഇന്ന് ഉറങ്ങാവൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തോതണം? ഒരു ഖത്ത ഓതണം ഇൻഷാ അല്ലാഹ്. നിങ്ങളെന്താ ഭയന്നു പോയോ? ഇൻഷാ അല്ലാഹ്. ആയിഷ ബീബി അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ടാകും. ആയിഷ ബീബിയോടാണ് നബിതങ്ങൾ ഇത് പറയുന്നത്. അപ്പൊ ആയിഷ ബീബി ഇതുപോലെ തന്നെ ഇരുന്നിട്ടുണ്ടാകും. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഖത്ത മോതുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്ത് ഉറങ്ങുന്നതിന് മുമ്പ് നീ പാരായണം ചെയ്യ്, നിനക്ക് ഖത്ത മോദിയ ഒരു കൂലി കിട്ടുമെന്ന് നബിയന റസൂലുള്ളാഹി. ഏത് 3 സൂറത്ത്? ഇഖ്ലാസ്, ഫലക്, നാസ്. ഇത് ഓതിയ ഒരു ഖത്ത മോദിയ കൂലി കിട്ടും. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇനി ഓതിക്കൂടെ? വാപ്പ മരിച്ച അതിന് ഖത്തം തന്നെ ഓതണം. ഇത് 3 ഓതണ്ട. ബുദ്ധിയുള്ളവർ എന്നാ പിന്നെ അങ്ങനല്ല, അത് വേറെ, ഇത് രാത്രിയാണ്. 2, കിടന്നുറങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചോദിക്കണം? കൂടെ കിടക്കുന്ന പെണ്ണും പിള്ള എടുത്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. കൂടെ കിടക്കുന്ന ആമിന, നേരം വെളുത്തത് മുതൽ വൈകുന്നേരം വരെ ഇവിടെ യന്ത്രം പോലെ കടന്ന് ഓടിയപ്പോ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെട്ടേക്കണേ എന്ന് നമ്മുടെ ഭാര്യയെടുത്ത് പോലും നമ്മൾ ചോദിക്കാറില്ല. പിന്നെ നാട്ടുകാരോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. എല്ലാവരുടെ പൊരുത്തം കിട്ടാനുള്ള വഴിയെന്താ? ദുആ ചെയ്യണം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യണം, എല്ലാവർക്കും വേണ്ടി. ദുആ നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു ദുആയാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ജുമയുടെ 2ാമത്തെ ഖുതുബയിൽ ഉസ്താദ് ഓതുന്ന ദുആയാണ്. ഇതറിയുന്നവർ ഇത് തന്നെ പറയടോ. ഇത് അറിയുന്നവർ ഇത് തന്നെ പറ. ഇത് അറിയില്ലേ? അല്ലാഹുവേ, ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ.
എല്ലാവരോടും നീ കരുണ കാണിക്കണേ അല്ലാ. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി നീ ദുആ ചെയ്യ്, അവരുടെ പൊരുത്തം നിനക്ക് കിട്ടും. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അമ്മാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. ഈ ദുആ ചെയ്യാൻ കഴിയുമോ സഹോദരാ? നിനക്കതിന്റെ വിലയറിയില്ല, നിനക്ക് ആ ദുആഇന്റെ വിലയറിയില്ല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബീ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, 120 കോടി നന്മ വേണോ? 120 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാണ്. ഏകദേശം 120 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ആരെങ്കിലും ഈ ദുആ ചെയ്താൽ ഓരോ മുസ്ലിമിന്റെ തലയെണ്ണമനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഇന്ന് എത്ര മുസ്ലിമീങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ അവരുടെ തലയെണ്ണമനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരും. നീ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അവരോട് അല്ലാഹു കരുണ കാണിക്കാൻ, അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ, അല്ലാഹു അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകാൻ നീ ദുആ ചെയ്താ നിനക്ക് അല്ലാഹു ഓരോ മുസ്ലിമിന്റെ തലയെണ്ണമനുസരിച്ച് പ്രതിഫലം തരികയാ. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ദുആ ചെയ്താൽ 120 കോടി പടച്ചവനെ 120 കോടി നന്മ നിനക്ക് അല്ലാഹു തരികയാണ്. 2 എല്ലാവരുടെ പൊരുത്തം അല്ലാഹു നിനക്ക് നൽകുകയാ പടച്ചവനെ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എല്ലാ പ്രവാചകന്മാരോടും ശഫാഅത്ത് ചോദിക്കണേ ആയിഷ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ, എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ. അവിടുന്ന് ശഫാഅത്ത് ചോദിക്കണേ. യാ റസൂലല്ലാഹ്, നിങ്ങളെ അല്ലാതെ വേറൊരു പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നബിയേ. പിന്നെ എങ്ങനെയാണ് ആയിഷ ഒരു 10 സ്വലാത്ത് പറ ആയിഷ, ഒരു 10 സ്വലാത്ത് പറ ആയിഷ. പ്രവാചകന്മാരുടെ ശഫാഅത്ത് നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഹജ്ജും ഉംറയും ചെയ്യാതെ ഉറങ്ങല്ലേ, ഹജ്ജും ഉംറയും ചെയ്യാതെ ഉറങ്ങല്ലേ. പലർക്കും ആഗ്രഹമുണ്ടോ? ഹജ്ജിന് പോകാൻ കൊതിക്കുന്നവരുണ്ടല്ലോ, ഉംറയ്ക്ക് പോകാൻ കൊതിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് നീ ഞങ്ങളെ അവിടെ എത്തിക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും ചെയ്ത കൂലി വേണോ? കിടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പിനകത്തിരിക്കുമ്പോ അവിടെ ഇരുന്ന് കൊണ്ട് പറയണം സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കിടക്കണേ വാപ്പാ. നിനക്ക് വല്ലാത്ത പ്രതിഫലമാണ്, നിനക്ക് വല്ലാത്ത പ്രതിഫലമാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് തന്റെ കരളിന്റെ കഷ്ടമായ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാ. ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതാണ് നിനക്ക് നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യം ഇന്ന് ചെയ്തൂടെ? ഉറക്കൊരു ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ?
ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നന്മ പറഞ്ഞ ആ നന്മ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഈ പാവപ്പെട്ട ഉസ്താദ്, അവരുടെ കൂടെ ഒരുപാട് സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, ഈ കാണുന്ന ഇതല്ലേ ആ റൂം, ഇതിനകത്താണ് ഒരുപാട് രോഗികൾ. ഇവരുടെയൊക്കെ വീഡിയോ നമ്മൾ കണ്ടടോ. വളരെ പ്രയാസത്തിൽ, കാലില്ലാത്തവർ, ക്യാൻസർ ഉള്ളവർ, മാരകമായ രോഗങ്ങൾ, ആരാരും തിരിഞ്ഞു നോക്കാനില്ലാതെ. ജൗഹരി എന്നോട് പറഞ്ഞു, ഇന്നലെയും ആലപ്പുഴയിൽ നിന്നൊരു അച്ഛനും അമ്മയും 2 പേരെയാ കൊണ്ടിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മതങ്ങളോ ജാതികളോ ഒന്നുമില്ല, മനുഷ്യൻ, എല്ലാവരും മനുഷ്യൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ കഴിയുകയാണ്. അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ? അസ്വദഖത്തു റദ്ദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. ഉറക്കം നടിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. അള്ളാഹു നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം നീ എടുത്തിട്. അള്ളാഹ്ക്ക് വേണ്ട നിന്റെ പൈസ, ഒരാളുടെയും 5 നയാ പൈസ അള്ളാഹിന് വേണ്ട. നീ കൊടുത്ത നിനക്ക് നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാരക രോഗങ്ങൾ നിനക്കറിയാം. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, ആലിമാകേണ്ട കാര്യമൊന്നുമില്ല. സദക്ക കൊടുത്താൽ വിപത്തു മാറുമെന്ന് ഒരു പണ്ഡിതനും പറയണ്ട, എല്ലാവർക്കും അറിയാം. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ പോയി, 11 മണിയായി, താമസിച്ചു, ചാടി ബാത്റൂമിനകത്ത് കയറി തെറ്റിയടിച്ചു താഴെ വീണു. അള്ളാഹു കാക്കുമാറാകട്ടെ. ആര് വേണമെങ്കിലും വീഴാം, അള്ളാഹു കാക്കുമാറാകട്ടെ. ആര് വേണമെങ്കിലും വീഴാം, അള്ളാഹു കാക്കുമാറാകട്ടെ. മക്കള് നിലവിളി കേട്ട് ഓടി വന്നപ്പോ ദോ കിടക്കുന്ന ചക്ക വെട്ടിയിട്ടതുപോലെ പൊക്കിയെടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരുനാഗപ്പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ നല്ല മനുഷ്യനാ, AC തുറന്നിട്ട് പറഞ്ഞ് ഇതിനകത്ത് കിടത്തിക്കൊള്ളാൻ, ഐസിനകത്ത് കിടത്തിക്കോ വാപ്പാനെ. കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, പടച്ചോനെ, ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, പ്രശ്നമാണ്, സർജറി വേണം, 24 മണിക്കൂർ കഴിയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ നോക്കുമ്പോ നിന്റെ മകന് നിന്റെ ഭാര്യ പറഞ്ഞു വിടുന്നു പള്ളിയിലെ ഉസ്താദിനെ പോയി കാണാൻ. ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിൽ മകൻ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. ഉസ്താദ് ചോദിച്ചു, എന്തേ മോനെ? ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ ഉസ്താദെ, പാപ്പ ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് വീണിട്ട് ഇപ്പൊ ഐസിയുനകത്ത് കിടക്കുകയാ, സർജറി ചെയ്യണമെന്ന് പറയുന്നു ഉസ്താദെ. ഉമ്മച്ചി തന്നു വിട്ടതാ 1000 രൂപ, ദുആ ചെയ്യണേ. എന്തിനാ 1000 രൂപ കൊടുക്കണേ? ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ? അപ്പൊ നിനക്കറിയാം പൈസ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അടോ, നമ്മളിപ്പൊ ബക്കറ്റുമായിട്ട് വരുമ്പോ പൊട്ടം കളിക്കും. ഡോക്ടർ പറഞ്ഞു, ശരീരത്തിൽ ഒരു മുഴയുണ്ട്, ടെസ്റ്റിന് അയക്കണം, ക്യാൻസറിന്റെ. ഓ പടച്ചോനെ, അപ്പൊ നമ്മൾ ഓടി വരില്ലേ? അസ്വദഖത്തു റദ്ദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ പാവങ്ങൾക്ക് വേണ്ടിയാണോ? ആരാരുമില്ലാത്ത ഈ അച്ഛനമ്മമാർക്ക് വേണ്ടിയാണ്, ഈ കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയാണ്. ഒരു ആലിമായ, ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ, പടച്ചവനെ, ഈ പ്രായത്തിലല്ല അദ്ദേഹവും ഒരു സംഘവും, പടച്ചവന്, ഇങ്ങനെ ലക്ഷങ്ങളാണ് ഓരോ മാസവും ചെലവാകുന്നത്. അവരത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നതും നമ്മൾ കൊടുക്കണമല്ലോ സഹോദരാ. ഇത് റജബ് മാസമാ, റജബുന് അല്ലാഹുവിന്റെ മാസമാണ്, അല്ലാഹുവിന്റെ മാസമാണ്. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ, ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ്, ബർക്കത്ത് വാരിക്കോരി കൊടുക്കുന്ന മാസമാണ് റജബ് മാസം. ഈ റജബ് മാസത്തിലാണ് പാപങ്ങൾക്ക് വേണ്ടി ബക്കറ്റ് നിന്റെ മുമ്പിൽ വരുന്നത്. അല്ലാഹുവേ, നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് കാത്തു നിൽക്കുകയാ. ഓരോ മുസ്ലിമും കേട്ടോ, ഓരോ മുഅ്മിനും കേട്ടോ, നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് കാത്തു നിൽക്കുകയാ. ഈ ബക്കറ്റ് നിന്റെ മുമ്പിലേക്ക് വരുമ്പോ നീ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം നീ എടുത്തു കൊടുത്താ, പടച്ചവനെ, മലക്ക് ദുആ ചെയ്യുന്നു, നാഥാ, ഉള്ളതിൽ പങ്കു കൊടുത്തു റബ്ബേ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആരാ ദുആ ചെയ്യുന്നത്? ഇമാമല്ല, ഉസ്താദന്മാരല്ല, വഅദ് പറയുന്നവരല്ല, ഹാജിയാക്കന്മാരല്ല, മാതാപിതാക്കളല്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ മലക്കുകൾ, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ.
അള്ളാഹുവിന്റെ കൽപ്പനകളെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകളാണ് നിന്റെ തലയുടെ മുകളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്. നിനക്ക് ബർക്കത്ത് ലഭിക്കാൻ, നിന്നോട് പടച്ച റബ്ബ് കരുണ കാണിക്കാൻ അവിടുന്ന് ദുആ ചെയ്യുമെന്ന് നബി തങ്ങൾ പറയുമ്പോ അള്ളാഹു സമ്പത്ത് തന്നിട്ട് കാണാത്തവനെ പോലെ ഇരിക്കല്ലേ, നീ അവിടുന്ന് അഭിനയിക്കല്ലേ. ആ മക്കള് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാ പാവങ്ങൾക്ക് വേണ്ടി. ആ സമയത്ത് അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാതെ നീ എങ്ങാണം പിടിച്ചു വെച്ചാ അപ്പോഴും തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കു പറയുകയാ, നാഥാ ഇവന് പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. അല്ലാഹു നിന്റെ വരുമാനം കുറയ്ക്കും സഹോദരാ. വന്നുകൊണ്ടിരുന്ന വരുമാനമുണ്ടല്ലോ, അതെങ്ങാനും അല്ലാഹു ഒന്ന് പിടിച്ചു വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും സഹോദരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കൊടുക്കടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരുപാട് രോഗം പിടിച്ചവരുണ്ടല്ലോ ഉസ്താദേ, ഒരുപാട് മരുന്ന് കഴിച്ചു, ഒരുപാട് മരുന്ന് കഴിച്ചു. ഏതൊക്കെയോ ഹോസ്പിറ്റലുകളിൽ വലിയ വലിയ ഡോക്ടർമാരെ കൊണ്ടുപോയി കാണിച്ചു. എന്റെ രോഗം മാറുന്നില്ല, എന്റെ വേദന മാറുന്നില്ല, എന്റെ പ്രയാസം മാറുന്നില്ല. സങ്കടം പറയുന്ന വാപ്പാ നബി തങ്ങൾ പറയുകയാ, സ്വഹാബാ അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെല്ലാം ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ടോ റബ്ബേ, നീ അവരെ കൈവിടല്ലേ റഹ്മാനെ, നീ അവരെ കൈവിടല്ലേ റഹ്മാനെ. നമുക്ക് വലിയ മടിയാടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഒരു കാര്യമാണ് ഈ ഉസ്താദന്മാർ. എത്ര പേരുണ്ട് കൂട്ടായ്മ? 11 പേരടങ്ങുന്ന ഒരു സംഘം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഷായൊക്കെ ഉണ്ട്? നമ്മുടെ ഞാൻ ഇന്ന് വന്നപ്പോഴ എൻ്റെ ഒരു പഴയ ചങ്ങാതിയാണ് ഷാ. ഡോക്ടറാണോ? ഷാന്ന് നമ്മുടെ എൻ്റെ കടുവാപ്പള്ളി പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയർ ആയിരുന്നു തോന്നുന്നു. ഇന്നാണ് വർഷങ്ങൾക്ക് ശേഷം അൽഹംദുലില്ലാ നല്ല നിലയിലായി. ഷായെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഇന്ന് വലിയ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ മുതലാളിയാണ്. അവിടെ എലിസ്റ്ററില്ലേ, നല്ല റോഡ് സൈഡിൽ. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂടെ പഠിച്ചൊരു ശരീക ഇന്ന് നല്ല നിലയിലായി. അല്ലാഹു ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഐശ്വര്യവും ഒക്കെ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, നല്ല ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റൽ എൻ്റെ ഭരണിക്കാവ് ആ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തൻ്റെ മുമ്പിലേക്ക് വരുന്ന രോഗികൾക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിൻ്റെ ഒരു വലിയ ഒരു സഹായിയാണ്. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരിങ്ങനെ ചെയ്യുന്നു, നമുക്ക് അവരുടെ കൂടെ കൂടാൻ കഴിയണം. നിങ്ങൾ കൊടുക്കണം. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി എവിടോ പോകാൻ പറ്റിരുന്നു, ഇറാഖിൽ പോകാൻ പറ്റിരുന്ന പൈസ. നൗഷാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അൽഹംദുലില്ലാ ഇവിടെ എല്ലാം സിയാറത്ത് നല്ല കാര്യങ്ങൾക്ക് പോകാൻ പറ്റിരുന്ന. എന്തിനാ ഉസ്താദ് 1 ലക്ഷം രൂപ എടുക്കാൻ മനസ്സ് കാണിച്ചുള്ളതാ? നമ്മൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മൾ ചെയ്യുന്ന പ്രതിഫലം, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ദാനധർമ്മം എത്ര വലിയ പ്രതിഫലം. നമ്മൾ അവിടെ ഇവിടെയും നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലല്ലേ കാണുന്നത്. നിങ്ങൾ ഒരു നേരത്തെ ആഹാരം ഈ പാപങ്ങൾക്ക് കൊടുത്താൽ അൽഹംദുലില്ലാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരിക്കലും സദക്ക വെറുതെയില്ല. ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ നിങ്ങൾ കൊടുത്തല്ലോ. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, എടാ നിങ്ങൾക്കൊരു നല്ല ഇണയെ വേണോ? നിങ്ങൾക്കൊരു നല്ല ഇണയെ വേണോ? ഒരു സ്വാലിഹത്തായ ഭാര്യ നിനക്ക് ലഭിക്കണോ? നീ പഠിക്കേണ്ടത് 50 ലക്ഷവും 50 പവനും കാറുമല്ലടാ. അത് ഇവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും ചങ്ങാതി. എന്നാൽ ഒരു സ്വാലിഹത്തായ ഭാര്യ, അല്ലാഹുവിന് ഭയമുള്ള ഒരു പെണ്ണിനെ നിനക്ക് വേണോ? എന്റെ പൊന്നാര സഹോദര, നീ സദക്ക കൊടുക്ക്. എടാ നിനക്കൊരു നല്ല ജോലി വേണോ? നിങ്ങൾക്കൊരു നല്ല ജോലി വേണോ? അൽഹംദുലില്ലാ നിങ്ങൾ സദക്ക കൊടുക്ക്. നിങ്ങളുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ? നിങ്ങൾ സദക്ക കൊടുക്ക്. നഷ്ടമാകില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സദക്ക കൊടുത്താൽ നല്ല ഭാര്യയെ കിട്ടുവോ? കിട്ടും ചങ്ങാതി.
നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അള്ളാഹു നല്ല ഭാര്യയെ തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. സദക്ക കൊടുത്താൽ അള്ളാഹു സ്വാലിഹത്തായ ഭാര്യയെ തന്നതിന് തെളിവ് വേണോ? മക്കളെ, ജോലി വേണോ? ചെറുപ്പക്കാരാ, ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഈ പാവപ്പെട്ടവരുടെ കൂടെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നീ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് കൂടെ ഇരുന്ന് കഴിക്കുമോനെ, നിനക്ക് അള്ളാഹു നിന്റെ ജീവിതത്തിൽ നിനക്ക് നല്ല ബർക്കത്ത് തരികയാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഈ 11 പേരോടും എനിക്ക് പറഞ്ഞു തരാറുള്ളത്, ഈ ഉമ്മമാരെ, ഈ ഉപ്പമാരെ, ഈ കൂടപ്പിറപ്പുകളെ പൊന്നുപോലെ നോക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിൽ തരുന്ന പ്രതിഫലമാണ്. അള്ളാഹു ദുനിയാവിൽ തരുന്ന 3 പ്രതിഫലം പറഞ്ഞു തരാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ. പഠിച്ചവനെ അതാ തന്റെ മുന്നിലിട്ടുകൊണ്ട് ബനു ഇസ്രായേൽപ്പെട്ട ഒരു പാവപ്പെട്ടവനെ തല്ലുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനെ ഒരു അടി കൊടുക്കുകയാണ്. ആ മനുഷ്യൻ വീണു മരിക്കുകയാണ്. പഠിച്ചവനെ, മൂസാ നബിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മൂസാ, നീയാണ് കൊന്നതെന്നറിഞ്ഞു കഴിഞ്ഞു. ഫിറഔനിന്റെ അനുയായികൾ നിന്നെ പിടിക്കാൻ വരികയാണ്. രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ, രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നാട് വിടുകയാണ്. ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നാട് വിടുകയാണ്. മദിയൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് മദിയൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു കാഴ്ച കാണുകയാ. ഞാൻ പറഞ്ഞതല്ല, അല്ല പറയുകയാ. ഖുർആനിൽ കാണാ. ഇത് ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രമാണ്. മൂസാ നബി ചെന്ന് നോക്കുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ വെള്ളം കോരാൻ ഇടകലർന്നു നിൽക്കുകയാണ്. അവര് വെള്ളം കോരാൻ വേണ്ടി പടച്ചവനെ തിരക്ക് കൂട്ടുകയാണ്. മൂസാ നബി നോക്കുമ്പോ 2 പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുകയാ. 2 പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുന്നു. എല്ലാവരും വെള്ളം കോരാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? നിങ്ങൾ പോകുന്നില്ലേ? നിങ്ങൾ വെള്ളം കോരുന്നില്ലേ? ആ പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിൽ കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ, അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നേ. അപ്പൊ മൂസാ നബി ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? ഞങ്ങൾക്കൊരു വാപ്പയേ ഉള്ളൂ, പ്രായം ചെന്ന മനുഷ്യനാ. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ സഹായിക്കട്ടെ നിങ്ങളെ? കേൾക്കണം, ഇത് ഈ 11 പേർക്കുള്ളതാ. ആ കുട്ടികളോട് ചോദിച്ച്, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? ആ പെൺകുട്ടികൾ പറഞ്ഞു സഹായിക്കാൻ. മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികൾക്ക് അല്പം വെള്ളം കോരി കൊടുത്തു. ആ കുട്ടികൾ വെള്ളവുമായിട്ട് പോയി. മൂസാ നബി നാട് വിട്ടു വന്നതാ. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ല. ആ നാട്ടിൽ ഒരാളെയും അറിയില്ല. ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറിയിരുന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, എനിക്ക് നീയല്ലാതെ ആരുമില്ല, സഹായിക്കണം പടച്ചവനെ. അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി മൂസാ നബി. കുറച്ചു കഴിഞ്ഞപ്പോ ഈ 2 പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു, ചെറുപ്പക്കാരാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങളെ. ഞങ്ങളെ സഹായിച്ചില്ലേ, അതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, വാ. മൂസാ നബി അലൈഹിസ്സലാമിനെ ഈ 2 പെൺകുട്ടികൾ വിളിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ പെൺകുട്ടികൾ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രായമായ മനുഷ്യനെ കാണുന്നു. ആരാണെന്നറിയുമോ? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശുഐബ് നബി അലൈഹിസ്സലാം, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളായിരുന്നു ഈ 2 പെൺകുട്ടികൾ. മൂസാ നബി തന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ശുഐബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. എന്റെ മക്കൾക്ക് വെള്ളം കോരി സഹായിച്ചപ്പോ അള്ളാഹു കൊടുത്ത 1ാമത്തെ പ്രതിഫലം ഒരു സ്വാലിഹത്തായ ഭാര്യ അള്ളാഹു കൊടുത്തു. ശുഐബ് നബി പറഞ്ഞു, എന്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ജോലിയില്ലേ? 10-11 വർഷം ജോലിയും കിട്ടി. എന്ത് ചെയ്തപ്പോ? ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പൈസ കൊടുത്താലോ? അപ്പൊ പാപങ്ങളെ സഹായിച്ചാലോ? ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമാ. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. അതുകൊണ്ട് സഹോദരാ, ഈ പാപങ്ങളെ കണ്ടിട്ട് നീ കാണാത്തവനെ പോലെ നടക്കരുത്. ഇങ്ങനെയുള്ള പാപങ്ങളെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു കാണിച്ചു തന്നിട്ട് നീ കാണാത്തവരെ പോലെ ഇവിടെ നിന്ന് മടങ്ങി പോകരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരിക്കലും നഷ്ടമാകില്ല.
ഒരിക്കലും നഷ്ടമാകില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം. അൽഹംദുലില്ലാഹ്, ഏതെല്ലാം വഴിയിലൂടെ ഈ സ്ഥാപനത്തെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണേ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാഹു നിനക്ക് സ്വാലിഹത്തായ ഒരു ഭാര്യയെ തരികയാ എന്റെ ചെറുപ്പക്കാരാ. ഉസ്താദേ, ഞാൻ വിവാഹം കഴിച്ചല്ലോ. നിന്റെ ഭാര്യ നന്നാകണോ, നിന്റെ ഭാര്യ നന്നാകണോ. അവൾ അല്ലാഹുവിനെ ഭയമുള്ളവളാകണോ. ഒരു സന്തോഷമുള്ള ജീവിതം നിനക്ക് വേണോ? കൊടുക്കാൻ കഴിയുമോ? നീ കൊടുത്താൽ നിന്റെ ഭാര്യ അല്ലാഹു നന്നാക്കുകയാണ്. പെങ്ങളെ, മോശമായ ജീവിതം നയിക്കുന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിനെ അല്ലാഹു നന്നാക്കി തരികയാണ്. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്താദേ ജോലിയില്ല, ഏത് കച്ചവടം ചെയ്താലും തകർന്നു പോവുകയാണ്. സങ്കടം പറയുന്ന വാപ്പാ, സങ്കടം പറയുന്ന ചെറുപ്പക്കാരാ, എന്തെങ്കിലും ഒരു സദക്ക പാപങ്ങൾക്ക് കൊടുക്കുമോനെ. അതിലൂടെ അല്ലാഹു നിനക്ക് നല്ല ജോലി തരികയാണ്. നിന്റെ ജീവിത മാർഗത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലമാ. ദുനിയാവിൽ അല്ലാഹു തരുന്ന 2 പ്രതിഫലം. ഇനി 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണമാ, ഈമാനുള്ള ഒരു മരണമാണ്. പടച്ചവനെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മരിക്കണമെന്നാണ്. മുസ്ലിമേ, അല്ലാഹ് പറയുകയാ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത്. സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത്. ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് ഈ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം സഹോദരാ. എന്താണോ കൊടുക്കാൻ കഴിയുന്നത്, പടച്ചവര് ഈ കാണുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി എന്താണോ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നത്, പടച്ചവനെ, അതാ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാക്ക് സിമന്റ് ആണ് കൊടുക്കാൻ പറ്റുന്നത്, ഒരു കല്ലാണ് നിനക്ക് കൊടുക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും നീ കൊടുക്ക്. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا. 2 പ്രതിഫലം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. ഇതല്ലയാ പറയുന്നത്, ഇത് അല്ലയാ പറയുന്നത്. പടച്ചവനെ, ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ഹദിയ ചെയ്താൽ പടച്ചവൻ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അത് ഒരു നേരത്തെ ഭക്ഷണമാകട്ടെ, എന്തെങ്കിലും ഒരു സഹായമാകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ ഏറ്റവും ശർറായ ഒരു ദിവസം വരാനുണ്ടടോ. ഏതാണ് ശർറായ ദിവസം എന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിന് 2ാമത് ഊതുമ്പോ കൊട്ടുകാട് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടികളുടെ കോലത്തിൽ, പന്നികളുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് കടന്നു വരുന്നവർ, ഇതുപോലെ കബറിനകത്ത് നിന്ന്
ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ ആ ഭയാനകമായ പരലോകമുണ്ടല്ലോ അല്ലാ, ഒരാൾക്ക് പോലും വസ്ത്രമില്ലടോ, ചേലാകർമ്മം ചെയ്തിട്ടില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ടാണ് കടന്നു വരുന്നത്. ചെറുപ്പക്കാരാ, ചെമ്പിന്റെ തറയാടാ മോനെ, ചെമ്പിന്റെ തറയാണ് മോനെ. ഈ പാതിരാത്രി 10 മണി കഴിഞ്ഞിട്ടും ഞാനും നിങ്ങളും വിയർക്കുകയാണ്. വല്ലാത്ത ചൂടാണ്, വല്ലാത്ത വിയർപ്പാണ്. എവിടെയാ നിന്റെ തലയുടെ മുകളില് പടച്ചവനെ? 15 കോടി, അതാ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ അസ്തമിച്ച് 10:15 എനിക്കും നിങ്ങൾക്കും ചൂടാ, വിയർപ്പാ. എങ്കിലും സുബ്ഹാനല്ലാഹ്, നിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ. ഈ സൂര്യനെ അല്ലാഹു അങ്ങ് താഴ്ത്തുകയാണ്. ഒരു ചാണ് മുകളില്, എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിൽ ആ സൂര്യൻ ഇങ്ങനെ താടുന്ന ദിവസമുണ്ടല്ലോ, വിയർപ്പിനകത്ത് മുങ്ങുകയാ. ജനങ്ങൾ വിയർപ്പിനകത്ത് കിടന്ന് മുങ്ങുകയാണ്. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. പടച്ചവനെ, പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണത് ചുമന്ന നിറമായതെന്നറിയുമോ? കത്തിക്കുന്ന ചൂളയുടെ പരിസരത്ത് പോയിട്ടുണ്ടോ? വല്ലാത്ത പ്രയാസമല്ലേ ബാപ്പാ. ചെറുപ്പക്കാരാ, ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയെ കണ്ടിട്ടുണ്ടോ? അതിന്റെ വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒഴുകാറുണ്ടല്ലോ. എങ്കിലും നാളെ അള്ളാഹുവിന്റെ കോടതിയില് മനുഷ്യരുടെ വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒഴുകുകയാ. തങ്ങളെ അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചു മറിയുകയാ. ഉമ്മാ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ഒരു ദിവസം വരാനുണ്ട്. യാ വൈലതാ, യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ജന്മം നൽകിയ പിതാവിന് നിന്നെ വേണ്ട, നൊന്ത് പ്രസവിച്ച ഉമ്മാന് നിന്നെ വേണ്ട, നിന്റെ രക്തത്തിൽ പിറന്ന മക്കൾ നിന്നെ തിരിഞ്ഞു നോക്കില്ല. ഒരാളും പരിഗണിക്കാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് നീ ഭയപ്പെടേണ്ട വാപ്പാ, നീ ഭയപ്പെടേണ്ട ചെറുപ്പക്കാരാ. ആരാണ് ഭയപ്പെടേണ്ടത്? ആരാണ് പേടിക്കേണ്ടത്? ആരാണ് പേടിക്കാതെ കടന്നു പോകുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ويطعمون الطعام على حبه مسكينا ويتيما واسيرا. പാപങ്ങളെ സഹായിക്കുന്നവര്, യതീമീങ്ങളെ സഹായിക്കുന്നവര്, ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഈ പാപങ്ങൾക്ക് അന്നം കൊടുക്കുന്നവന് അല്ലാഹ് പറയുകയാ, നീ ഭയപ്പെടണ്ട. ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ ആ ഏറ്റവും ശർറായ ദിവസം നീ ഭയപ്പെടണ്ട. 2 ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ വലകാഹും നളറതം വസുറൂറാ.
നിനക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? രാത്രി നീ ആകാശത്ത് നോക്കുമ്പോ നീ പൂർണ്ണചന്ദ്രനെ കാണാറില്ലേ? നീ പൂർണ്ണചന്ദ്രനെ കാണാറില്ലേ? ആ ചന്ദ്രനെ കാണുന്നത് പോലെ ഇന്നക്കും സതറവുന റബ്ബക്കും കമാ തറവുൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നിന്നെ പടച്ച അല്ലാഹനെ കാണുമടാ ചെറുപ്പക്കാരാ. ഉപ്പമാരെ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിനെ നിനക്ക് കാണണോ? ആ അല്ലാഹനെ നിനക്ക് കാണണോ? ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ നിന്നിട്ട് നിനക്ക് ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കാണണോ? ഫയർഫഉൽ ഹിജാബ്, അല്ലാഹ് തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്, നിന്റെ കണ്ണുകൊണ്ട് നീ അല്ലാഹുവിനെ കാണും ബാപ്പാ. ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ പടച്ച റബ്ബിനെ കാണുകയാ. പടച്ചവന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കാണാനുള്ള അവസരം അല്ലാഹു നിനക്ക് തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ പാപങ്ങളെ നിങ്ങൾ മറന്നു പോകരുത്. ഈ ആരാരുമില്ലാത്തവരെ നിങ്ങൾ മറന്നു പോകരുത്. കൈയില്ലാത്തവര്, കാലില്ലാത്തവര്, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്തവര്, ഈ പാപമുള്ളവർ, ഈ പാവപ്പെട്ടവരെ നിങ്ങൾ പരിഗണിക്കരുത്. കണ്ടില്ലെന്ന് നടിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. അതുകൊണ്ട് ഈ നാട്ടുകാരോട് പറയുകയാ, ഇത് ഈ നാടിന്റെ വെളിച്ചമാടോ, ഈ നാടിന്റെ ഐശ്വര്യമാടോ. നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കരുത്. അവർക്കൊരു താങ്ങാകൂ. സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നല്ല വാക്ക് പറയാമല്ലോ, ഒന്ന് ദുആ ചെയ്യാമല്ലോ. അല്ലാഹുവേ, ഇതിന്റെ പ്രവർത്തകർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തടോ. പാവങ്ങളെ സഹായിക്കൂ, യതീമീങ്ങളെ സഹായിക്കൂ. അല്ലാതെ ലക്ഷങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടൊന്നും കിട്ടാറില്ല. പടച്ചവനെ, മഹാനായ ഗൗസുൽ അഗ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കിടക്കുന്ന ആ നാട്ടിലേക്ക് പോകാനുള്ള 1 ലക്ഷം രൂപയാണ് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത കഥ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ കഥയാ. അല്ലാഹുവേ, ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ചരിത്രം ഓർമ്മ വരികയാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? ഹജ്ജിന് പോകണമെന്നാണ്, ഹജ്ജിന് പോകണമെന്നാണ്. അതിനു വേണ്ടിയാണ് താൻ സമ്പാദിക്കുന്ന പൈസ ഇങ്ങനെ മാറ്റിവെക്കുന്നത്. നിന്നെ പോലെ കോടീശ്വരനല്ല, സൂപ്പർ മാർക്കറ്റ് ഉള്ളവനല്ല, ഗൾഫിലെ കടയുള്ളവനല്ല. പടച്ചവനെ, ചെരുപ്പ് കുത്തുന്ന മനുഷ്യനാ. തനിക്ക് കിട്ടുന്ന പൈസ മാറ്റിവെക്കുകയാണ്. ഒരുപാട് കൊല്ലമാണ് മാറ്റിവെച്ചത്. എന്തിനാ? ഹജ്ജിന് പോകാൻ. റബ്ബേ, അങ്ങനെ ഏകദേശ പൈസയൊക്കെ ഒരുമിച്ച് കൂട്ടി ഹജ്ജിന് പോകാനുള്ള ഏകദേശ പൈസയൊക്കെ ആയി വരുമ്പോ, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഗർഭിണിയായ ഭാര്യ പറയുകയാ, എനിക്ക് ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ പൈസയില്ലെന്ന്, നിങ്ങൾ പാവപ്പെട്ടവനാണെന്ന്. അതുകൊണ്ടാണ് ഇന്ന് വരെ ഞാൻ നിങ്ങളെ നിർബന്ധിക്കാതിരുന്നത്. ഇന്ന് പിന്നെ പറയാനുള്ള കാരണമെന്താ? ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണമെന്ന. അള്ളാഹു നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാൻ പറ്റുമോ?
പറ്റുമോ? ഇല്ലടോ. എടാ, എല്ലാവരും വിചാരിക്കുന്നത് പൈസ ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമെന്ന. പൈസ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം പോകാഞ്ഞേ? ഹജ്ജ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ഹജ്ജ് ചെയ്തവര് അള്ളാഹു നിങ്ങളുടെ ഹജ്ജ് കബൂലാക്കുമാറാകട്ടെ. ബാക്കിയുള്ളവർ പറ, പൈസ ഇല്ലാത്തതുകൊണ്ടാണോ പോകാത്തെ? അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പറ, 4 ലക്ഷവും 5 ലക്ഷവും എടുക്കാനില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ആരും ഹജ്ജിന് പോകാത്തെ? ഇല്ലടോ, പൈസ ഉണ്ട്. നിങ്ങൾ പറയുന്നില്ല എന്ന്. ഒരു അറ്റാക്ക് വന്നാൽ നാളെ സർജറി ചെയ്യാൻ പൈസ വേണമെന്ന് പറഞ്ഞാൽ നീ ഉണ്ടാക്കൂലേ? നീ കടം പേടിക്കണ്ട, നീ നിന്റെ വീടും നീ ഒന്നും വിൽക്കണ്ട. നിനക്ക് അള്ളാഹു തന്നതിൽ നിന്ന് 2 സെന്റ് വിറ്റാ പൊക്കൂടെ ഹജ്ജിന്? എന്തേ പോകാത്തെ? നമ്മൾ പറയുന്ന കാരണങ്ങൾ. ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണം. തന്റെ പൈസ സ്വരൂപിച്ചു വെച്ചു. ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഭാര്യ ഗർഭിണി. അവള് പറഞ്ഞു, എനിക്ക് ഇത്തിരി ഇറച്ചി കഴിക്കണം. നിങ്ങൾ മേടിച്ചു തരണ്ട, ഞാൻ നിങ്ങളോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് അയൽവാസിയുടെ വീട്ടിൽ ഇറച്ചിക്കറിയ മണവടിക്കുന്നു. അയൽവാസിയുടെ വീട്ടിൽ ഇറച്ചിക്കറിയാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് ഇത്തിരി ഇറച്ചി വാങ്ങിച്ച, അവിടെ പോയി ചോദിച്ചാൽ തരുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെരുപ്പുകുത്തിയായ മനുഷ്യനോട് തൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എത്ര ആഗ്രഹത്തോടല്ലേ പറഞ്ഞത്. അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, നിങ്ങൾ ഇറച്ചിക്കറി വെക്കുന്നതിൻ്റെ മണം അവിടെ അടിച്ചു. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഇത്തിരി ഇറച്ചിക്കറി വേണമെന്ന്, എൻ്റെ ഭാര്യയ്ക്ക് ഇത്തിരി ഇറച്ചിക്കറി തരണം. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ആ അയൽവാസി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരൂല. ഇറച്ചി വേണ്ട, ചാറ് തന്നാ മതി. ഈ ചെരുപ്പൂത്തിയായ മനുഷ്യൻ പറഞ്ഞു, മൂഫക്ക് പറയുന്നു, എനിക്കെന്നാ ഇത്തിരി ചാറ് മതി, ഇറച്ചി വേണ്ട. ചാറും തരൂല. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, നീ ഒരു പെണ്ണല്ലേ, നീയും പ്രസവിച്ചവളല്ലേ? എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഒരൽപ്പം ചാറ് തരൂല ഞാൻ. അപ്പൊ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ തരാത്തത്? ഞാൻ ഇറച്ചി ചോദിച്ചു, വേണ്ട, ചാറ് ചോദിച്ചു. ഇതൊന്നും നിങ്ങൾ തരാത്തതിന്റെ കാരണം ചോദിച്ചപ്പോ ആ പെണ്ണു പറഞ്ഞു, നിങ്ങൾക്കിത് കഴിച്ചുകൂടാ. അപ്പൊ ചോദിച്ചു, നീയും മുസ്ലിം, ഞാനും മുസ്ലിം, നിനക്ക് കഴിക്കാമെങ്കിൽ എനിക്ക് കഴിക്കാമല്ലോ. അപ്പോഴാണ് സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, ഞാൻ വിധവയാണ്, എനിക്ക് യതീമായ മക്കളുണ്ട്, ഞങ്ങൾ